സ്റ്റാറ്റിക് ചാർജുകളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ടെക്സ്റ്റിലെ പാർട്ട് 1 ബുക്കിലെ 3-ാമത്തെ ചാപ്റ്ററായ കറണ്ട് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. ചാർജുകളുടെ ഒഴുക്ക് ഇലക്ട്രിക് കറണ്ടിന് കാരണമാകും. നമ്മുടെ പ്രകൃതിയിൽ പല സിറ്റുവേഷൻസ് ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. ചാർജുകൾ മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് അന്തരീക്ഷത്തിൽ കൂടി ഒഴുകുന്നതാണ് ഇടിമിന്നൽ. ഇടിമിന്നലിൽ ചാർജുകളുടെ ഒഴുക്ക് സ്റ്റഡിയല്ല. ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന ടോർച്ച്, ക്ലോക്ക് മുതലായവയിൽ ചാർജിൻ്റെ ഒഴുക്ക് സ്റ്റഡിയാണ്. ഇലക്ട്രിക് കറന്റ്. Rate of flow of electric charge is called electric current. Electric current I is equal to Q by T. ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ ആണ്. ഒരു ഇടിമിന്നൽ ഏകദേശം ടെൻസ് ഓഫ് തൗസൻഡ്സ്, പതിനായിരക്കണക്കിന് ആംബിയർ കറണ്ട് ക്യാരി ചെയ്യുന്നു. അതേസമയം നമ്മുടെ നരമ്പുകളിലുള്ള കറൻസ് മൈക്രോ ആംബിയറിൻ്റെ റേഞ്ചിലാണ്. ഇൻ കണ്ടക്ടേഴ്സ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോലൈറ്റിലാണെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് positive and negative ions. In semiconductors, current is due to flow of holes and electrons. Ohm's law. At constant temperature, current through a conductor is directly proportional to the potential difference between its ends. V proportional to I, V equal to Ri. R is called resistance of the conductor. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് ഓം ആണ്. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് 4 ഫാക്ടറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്സ്, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു area of cross section. R proportional to L by A. R equal to rho L by A. Rho is called resistivity of a material. റെസിസ്റ്റിവിറ്റിയുടെ SI യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. റെസിസ്റ്റിവിറ്റി നേച്ചർ ഓഫ് ദി മെറ്റീരിയലിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. റോ ഈക്വൽ ടു AR by L. യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലിനെ കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുന്നു. സീമൻ ആണ് SI യൂണിറ്റ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെ കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നു. സീമൻ പെർ മീറ്റർ ആണ് SI യൂണിറ്റ്. കറണ്ട് ഡെൻസിറ്റി. കറണ്ട് പെർ യൂണിറ്റ് ഏരിയയെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നു. SI യൂണിറ്റ്
ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, എന്നാൽ കറൻറ്റ് ഒരു സ്കാലർ ക്വാണ്ടിറ്റിയാണ്. കാരണം വെക്റ്റർ അഡീഷൻ ഇവിടെ ഒബേ ചെയ്യുന്നില്ല. വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു ഐ ആർ, V ഈക്വൽ ടു ഐ റോ എൽ ബൈ എ, V ഈക്വൽ ടു ജെ റോ എൽ. ഇക്വേഷൻ നമ്പർ 1. എൽ ലെങ്ത്തുള്ള കണ്ടക്ടർ ക്യാപിറ്റൽ ഇ ഇലക്ട്രിക് ഫീൽഡിൽ ആണെങ്കിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു ഇ എൽ. ഇക്വേഷൻ നമ്പർ 2. കമ്പയറിംഗ് 1 and 2, EL is equal to J rho L, E equal to J rho, J is equal to 1 by rho into E, that is J equal to sigma E, sigma equal to 1 by rho called conductivity of the material. ഇതാണ് ഓംസ് ലോയുടെ വെക്റ്റർ ഫോം. ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മളിവിടെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ കണ്ടക്ടറിൽ കുറേയധികം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇലക്ട്രോൺസ് which are loosely bound to the nucleus of an atom. റൂം ടെമ്പറേച്ചറിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് റാൻഡം ഡയറക്ഷനിലായിരിക്കും. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ മൂവ് ചെയ്യാതെ പല ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ സിക്സാക് മൂവ്മെൻ്റ് ആയിരിക്കും, കോൾഡ് ബ്രൗണിയൻ മോഷൻ. ഒരു ഇലക്ട്രോണിൻ്റെ മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അയോണുമായി കൊളൈഡ് ചെയ്യുന്നു, അതിനുശേഷം അടുത്ത അയോണുമായി കൊളൈഡ് ചെയ്യുന്നു. രണ്ട് കൊളീഷന് ഇടയ്ക്ക് ഈ ഇലക്ട്രോൺ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഈ ഫ്രീ പാത്തിനായി ഇലക്ട്രോൺ എടുക്കുന്ന സമയമാണ് റിലാക്സേഷൻ ടൈം ടോ. റിലാക്സേഷൻ ടൈം ഈസ് ദ ആവറേജ് ഓഫ് ദ ടൈം ബിറ്റ്വീൻ two successive collisions. Tau is equal to tau 1 plus tau 2 plus tau 3 etc. tau n by n. റൂം ടെമ്പറേച്ചറിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാനുള്ള കാരണം ദേ ഹാവ് തെർമൽ എനർജി. ഈ ഇലക്ട്രോൺസിൻ്റെ ആവറേജ് വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയിരിക്കും. വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഒരു ഇലക്ട്രോണിൻ്റെ ഒരു ഡയറക്ഷനിലുള്ള വെലോസിറ്റി പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആകും. അങ്ങനെ ഈ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയുടെ ആവറേജ് വാല്യൂ എടുക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. ഈ ആവറേജ് വെലോസിറ്റിയെ തെർമൽ വെലോസിറ്റി എന്ന് പറയുന്നു. ആവറേജ് ഓഫ് തെർമൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ആവറേജ് വെലോസിറ്റി 0 ആണെങ്കിലും ആവറേജ് സ്പീഡ് 0 ആകില്ല. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ RMS സ്പീഡ് ഈക്വൽ ടു √3kT/m. K ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. നോർമലി റൂം ടെമ്പറേച്ചർ ഈ വാല്യൂ 10⁵ m/s ആണ്. ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ വാല്യൂ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി
ഈ കണ്ടക്ടറിൽ സെൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യും. കണ്ടക്ടറിൻ്റെ ഈ എൻഡ് പോസിറ്റീവും മറ്റേ എൻഡ് നെഗറ്റീവുമായിരിക്കും. പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്. Since the electrons are positively charged, they experiences an attraction towards the positive terminal of the cell. ഈ ഇലക്ട്രോൺസ് എല്ലാം തന്നെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. The average velocity with which free electrons of a conductor gets drifted towards the positive end of the conductor when a potential difference is applied across its ends is called drift velocity. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരിക്കലും ലീനിയർ ആയിട്ടല്ല ഒരു സർക്യൂട്ടിൽ കൂടി മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോഴും ഇല്ലാത്തപ്പോഴുമുള്ള ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നതാണ് ചിത്രത്തിൽ. ഡോട്ടഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്തപ്പോഴും കണ്ടിന്യൂസ് ലൈൻ കാണിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെയുമാണ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത കാരണം പോസിറ്റീവ് സൈഡിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇതിനെയാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്നത്.